നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് മാത്രം അംഗീകരിക്കുക എന്നുള്ളതാണ് മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യം പേരുന്നോണ, ഇയാൾ പറയുന്ന പേരുന്നോണ. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ഇസ്ലാം. അള്ളാഹു റസൂൽ എന്താണോ പറഞ്ഞ് അത് സ്വീകരിക്കുക, അതാണ് ഇസ്ലാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. എന്ന് മുജാഹിദുകൾ മാത്രമേ അതിൽ ഈ ഭൂമിയിൽ പറയുന്നുള്ളൂ. അള്ളാഹു റസൂൽ എന്താണോ പറഞ്ഞ് അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നവർ മുജാഹിദുകളാണ്. മുജാഹിദുകൾ മാത്രമേ അത് പറയുന്നുള്ളൂ. ഇയാൾ പറയുന്ന പേരും നുണയാണ്. പിന്നെ കാര്യം പറയട്ടെ, തങ്ങൾ വരും എന്ന് നമ്മൾ പറയുന്നു, നിങ്ങൾ പെട്ടെന്ന് തന്നെ വരില്ല എന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിപ്പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്ന് മുശ്രിക്കുകൾ പറയുന്നു, മുസ്ലിങ്ങൾ പറയില്ല. മരിച്ചുപോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്ന് ആരാ പറയുന്നത്? മുശ്രിക്കുകളാ പറയുക, മുസ്ലിങ്ങൾ പറയുക വരില്ല എന്നാ. പിന്നെ എന്നാൽ വന്ന സംഭവങ്ങൾ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ ഒരു സംഭവം ഭൂമിയിലില്ല. വഫാത്തായി പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വന്നു അല്ലെങ്കിൽ വരും എന്ന ഒരു സംഭവം ഭൂമിയിൽ ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ടില്ല, വരികയില്ല, ഖിയാമത്ത് നാൾ വരെ വരികയില്ല. പിന്നെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്തിന് തൊട്ട് ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നേരിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്. പേരും നുണ, പേരും നുണ. ഈ ഭൂമിയിൽ പറയാൻ പറ്റുന്ന നുണകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നുണയാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുത്ത്, കബറിന്ന് എണീച്ച് വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുത്തു എന്നത് ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ പേരും നുണയാകുന്നു. പിന്നെ അത് മുജാഹിദിന്റെ വാരികയായ ശബാബിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സംഭവം ഏത് കിതാബിലുള്ളത്? ഇബ്നു കസീർ എന്നുള്ള കിതാബിലുണ്ട്. അപ്പൊ ഇബ്നു കസീറിലുള്ളത് മുജാഹിദീങ്ങള് സലഫികൾ അംഗീകരിച്ചു. അത് അവരുടെ വാരികയായ മലയാള പ്രസിദ്ധീകരണത്തിൽ ശബാബിൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഏതൊരുത്തൻ ഉദ്ധരിച്ചാലും കളവാണ്. ഭൂമിയിൽ ഏതൊരുത്തൻ ഉദ്ധരിച്ചു എന്ന് വെച്ചോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്നെണീച്ച് വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുത്തു എന്ന് ഈ ഭൂമിയിലുള്ള ഏതൊരുത്തൻ പറഞ്ഞാലും അത് പെരുന്നോണിയാണ്, കളവാണത്. അതൊരുത്തനും വിശ്വസിക്കരുത്. അത് ആര് പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി. പിന്നെ പിന്നീട് അത് ഒഴിവാക്കി, പിന്നെ കട്ടതല്ല, അത് കളവാന്ന് മനസ്സിലായാൽ ശേഷം ഒഴിവാക്കിയതാ. അങ്ങനെ ഒരു സംഭവം ഭൂമിയിൽ ഉണ്ടാവില്ല. കബറിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീച്ച് വന്നിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക എന്നൊരു സംഭവം ഭൂമിയിൽ നടക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം കിതാബിൽ വന്ന് ഒഴിവാക്കി. അങ്ങനത്തെ അബദ്ധങ്ങൾ എനിക്ക് കാണൂ, അതൊക്കെ ഒഴിവാക്കിക്കളയും. ഇത്തരം കള്ളക്കഥകൾ കണ്ടാൽ കേട്ടാൽ അത് ഒഴിവാക്കലാണ്. അങ്ങനെ ഒഴിവാക്കുന്നതുകൊണ്ടാണല്ലോ ഒരുത്തം മുജാഹിദാകുന്നത്. അല്ലേ മൊയ്ലന്മാരല്ലാവുക? കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വിശ്വസിക്കുന്ന പിന്നെ മൊയ്ലന്മാരല്ലാവുക, മുജാഹിദാവില്ലല്ലോ. പിന്നെ സംഭവം കേട്ടോ, നബിതങ്ങൾ നേരിട്ട് വന്ന് കൊടുത്തതാണ്. എന്നിട്ട് ആ വെള്ളം കുടിക്കുകയും ചെയ്തു. കളവ് പറയല്ലോ ഉസ്താദേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കവർന്ന് നേരിട്ട് എണീച്ച് വന്നിട്ട് വെള്ളം കൊടുത്തു, അത് കുടിക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കളവാ പറയുന്നത്. ഈ ഉസ്താദ് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും വലിയ കളവാണ്. പിന്നെ സ്വപ്നമല്ല, സ്വപ്നത്തിൽ പോലും ഇത്ര വലിയ കളവുണ്ടാവില്ല. സ്വപ്നത്തിൽ പോലും ഇത്രയും വലിയ കളവ് സ്വപ്നം കാണാൻ കഴിയില്ല. പിന്നെ ഇത് മുജാഹിദുകൾ സലഫികൾ അംഗീകരിച്ചതായിരുന്നു. സലഫികൾ ഇങ്ങനത്തെ കിതാബിൽ പലതും കിതാബിൽ കാണുന്നുണ്ട്, അതൊക്കെ തള്ളുന്നവരാ സലഫികൾ. കിതാബുകളിൽ കാണുന്ന അത് ഷാഫിയാട്ടെ, അനഫിയാട്ടെ, അംബലി, മാലിക് ഇവർ എഴുതിയ കിതാബാന്ന് വെച്ചോ, അതില്ല ഇത്തരം കള്ളക്കഥകൾ ഉള്ളതെങ്കിൽ അത് തള്ളിക്കളിയും. എന്നാലേ ഒരുത്തന്നെ സലഫിയാവാൻ കഴിയും. അത് ഇത്തരം കള്ളക്കഥകൾ വിശ്വസിക്കുന്നതേ മൊയ്ലന്മാരല്ലാവുക. ഓലിക്കല്ല മൊയ്ലന്മാർന്ന് അറിയാം, ഓലിക്ക് സലഫികൾ എന്നാ അറിയാം. സലഫികൾ എന്ന് പറഞ്ഞാൽ ഇത്തരം കള്ളക്കഥകൾ കണ്ടാൽ അത് തള്ളിക്കളയുന്നവരാണ് സലഫികൾ. ഇപ്പം പറയുന്നത് ഇങ്ങനെയാണ്.
അപ്പൊ മുൻകാല നേതാക്കന്മാർ പറഞ്ഞത് പോലും ഇപ്പോഴുള്ള കുട്ടി മൗലവിമാർ തള്ളുന്നു. ഇതാണ് അതേ തള്ളു. അതുകൊണ്ടല്ല മുജാഹിദുകളാകുന്നേ. മുൻകാലക്കാർ എഴുതി വെച്ച കള്ളക്കഥകൾ അത് തള്ളുന്നത് കൊണ്ടാണ് ഒരുത്ത മുജാഹിദാകുന്നത്, സലഫിയാകുന്നത്. അത് തള്ളാണ്ട് അത് വിശ്വസിക്കുകയാണെങ്കിൽ മൗലവിമാറാവും, സമസ്തക്കാരാവും. പിന്നെ ഇബ്നു കസീറിന്റെ കിതാബിൽ അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ മുമ്പ് ഷവാബിൽ അങ്ങനെ വന്നിരുന്നോ? സത്യം മനസ്സിലാക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇങ്ങനത്തത് ഷവാബിൽ വന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇബ്നു കസീറിന്റെ കിതാബിലുണ്ട് എന്ന് സങ്കല്പിച്ചോ, ഉണ്ട് എന്ന് സങ്കല്പിച്ചോ, എന്നാൽ അത് മുസ്ലിങ്ങൾ വിശ്വസിക്കല അല്ലല്ലോ. അങ്ങനെ പലരുടെ ഇബ്നു കസീറിന്റെ, ഇബ്നു തൈമിയന്റെ അതുപോലുള്ള ആൾക്കാരുടെ കിതാബിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നതിൻ്റെ ബാധ്യത മുസ്ലിങ്ങൾക്കില്ല, മുജാഹിദുകൾക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.